മാഹി മണ്ഡലത്തിൽ ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുന്ന രമേശ് പറമ്പത്ത് മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ അങ്കിത് കുമാർ IAS മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മാഹിയുടെ അതിർത്തിയായ പൂഴിത്തലയിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ പ്രകടനമായെത്തിയാണ് പത്രിക സമർപ്പിച്ചത്. കോൺഗ്രസ് നേതാക്കളായ പുതുച്ചേരി PCC വൈസ് പ്രസിഡന്റും മുൻ ആഭ്യന്തരമന്ത്രിയുമായ E. വത്സരാജ്, മാഹി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K. മോഹനൻ, പുതുച്ചേരി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സത്യൻ കേളോത്ത്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PP. വിനോദൻ, അഡ്വക്കേറ്റ് AP. അശോകൻ, അഡ്വക്കേറ്റ് തോമസ്, PTC ശോഭ, രാധാകൃഷ്ണൻ മാസ്റ്റർ, പ്രസീൽ ബാബു, രജിലേഷ് KP, ആശാലത, നളിനി ചാത്തു, അഡ്വക്കേറ്റ് സജ്ന, മുസ്ലിം ലീഗ് ദേശീയ കൗൺസിൽ അംഗങ്ങളായ AK. ആബുട്ടി ഹാജി, ഇബ്രാഹിംകുട്ടി ചൊക്ലി എന്നിവരും EK. മുഹമ്മദ് അലി, TK. സുബൈർ, AB. യൂസഫ്, TH. അസ്ലം, PC. റിസാൽ, ജാഫർ ചമ്പാട്, U. മുഹമ്മദ് ഇഫ്തിയാസ്, AV. അൻസാർ, KK. ബഷീർ, അൽത്താഫ് പാറാൽ, റഫീഖ് തയ്യുള്ളതിൽ, റഫ്ന ചമ്പാട് തുടങ്ങിയവർ പങ്കെടുത്തു. സമുന്നതരായ ഐക്യജനാധിപത്യ മുന്നണി നേതാക്കളോടൊപ്പം ഏറെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. പോണ്ടിച്ചേരി സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണി ഏറെ ശുഭപ്രതീക്ഷയോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ മാഹിയുടെ മതേതര ജനാധിപത്യ മുന്നണി, മതേതര പുരോഗമന മുന്നണി ഞങ്ങൾ നോക്കിക്കാണുന്നത്. അതുമാത്രമല്ല, മയ്യടി നിയോജക മണ്ഡലത്തിലെ ജനങ്ങളും ഐക്യജനാധിപത്യ മുന്നണിയോട് ഏറെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്, ഏറെ ശുഭപ്രതീക്ഷയാണ്. ഞങ്ങൾ വിജയിക്കുമെന്നുള്ള 100% വിജയിക്കും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നാം കാണുന്നത്. അതോടൊപ്പം കോൺഗ്രസിൻ്റെ ഒരു ഗവൺമെൻറ് പുതുച്ചേരിയിൽ രൂപീകരിക്കുകയും ചെയ്യും. മാത്രമല്ല, മാഹിയിലെ UDFും അതേപോലെ തന്നെ കോൺഗ്രസും ഒറ്റക്കെട്ടായതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇല്ല, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി ഒന്നായിരിക്കുകയാണ്. അവിടെ മുന്നണിയിൽ യാതൊരു പ്രയാസമില്ല. ആ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് കോൺഗ്രസ് DMK, അതേ DMKയും കോൺഗ്രസിനെയും സഹായിക്കുന്ന മുന്നണികൾ ഒറ്റക്കെട്ടായാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 5 വർഷക്കാലം പോണ്ടിച്ചേരിയിലെ NR-BJP സർക്കാർ ഒരുപാട് അഴിമതി കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. പ്രധാനമായും ആ സംസ്ഥാനത്തെ വ്യാജ മരുന്ന് നിർമ്മാണം, ലൈസൻസ് ഇല്ലാതെ മരുന്ന് നിർമ്മിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ അവരത് സപ്ലൈ ചെയ്തതുകൊണ്ട് തന്നെ അവിടെ ഉത്തരവാദപ്പെട്ട ഒരുപാട് ആളുകൾ അതുമായി സംശയത്തിൻ്റെ നിഴലിലാണ്. അതുമാത്രമല്ല, ഒരുപാട് സിവിൽ സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റിൽ കൈക്കൂലി പോലെയുള്ള സംവിധാനവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള സിവിൽ സപ്ലൈ മന്ത്രിയെ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ഒരു സാഹചര്യമാണ് പുതുച്ചേരിയിലുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 30 നിയോജക മണ്ഡലങ്ങളിൽ 29 നിയോജക മണ്ഡലങ്ങളിലും അവിടെ കോൺഗ്രസിൻ്റെ